ഹായ് ഹലോ, കുറേ മാസങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വീണ്ടും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ കൂടെ റിസൈൻ സാലും ഉണ്ട്, പക്ഷെ നെതിയില്ല, ആൾ നാട്ടിലാണ് കേട്ടോ. അതുപോലെ നമ്മൾ അർഷാദും ഇല്ല കേട്ടോ, ആള് വേറെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഒരു 1 day സ്റ്റേയും കൂടി വരുന്ന ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പ് ഫ്രണ്ട് ഫുള്ളും നമ്മൾ നിഹാലാണ് ആദ്യം തന്നെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി പ്ലാനിങ്ങിന് ശേഷം ട്രിപ്പിന്റെ ഡേ എത്തി കേട്ടോ. അപ്പോൾ അജു ഡയറ്റ് ആയതുകൊണ്ട് തന്നെ അജുവിനുള്ള ഫുഡ് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുള്ളും, അതായത് ഉച്ചയ്ക്കും പിന്നെ രാത്രിയും നമ്മളെ സ്റ്റേൻ്റെ അവിടെ എത്തിയിട്ട് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചൊക്കെയാണ്, ഹാഫ് കുക്ക് ചെയ്തിട്ട്. ആൻഡ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ കാർ റെന്റിന് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ പിക്കപ്പ് പോയിന്റ് ഗാറ്റ്വിക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ സാലു ഓൾറെഡി അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടോ. ഒരുമിച്ചിറങ്ങാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു, അത് പിന്നെ നടക്കൂലല്ലോ. ട്രിപ്പിന് ഫോണേ ഇല്ല, ഞാൻ ഫോൺ എടുക്കും. നിനക്കത് പറയണ്ടല്ലോ, പറ. നാട്ടിലെന്ന് പറഞ്ഞു പറ. അജുവിന്റെ കാര്യത്തിലൊരു ഉറപ്പില്ല. നമുക്ക് അങ്ങനത്തെ ഡിസിഷനൊക്കെ ശേഷം ഞങ്ങൾ ഫൈനലി വണ്ടിയിലെത്തിട്ടോ. കാരണം ഒരു സീറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2-3-2 ആയിരുന്നു. അപ്പൊ ബാക്കിൽ 2 ആയിട്ട് ഇരുന്നില്ല, ലഗേജ് കുറച്ചുള്ളത് കൊണ്ട് തന്നെ അജു ഒറ്റയ്ക്കാണ് അവിടെ ഇരുന്നത്. അതിന്റെ ഒരു ഏകാന്തത ആൾക്ക് കുറച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഡേർട്ടിൽ ഡോറിലേക്കാണ്. അപ്പൊ ഇതുവരെ ഞാൻ പറയാൻ മറന്നു, ഇപ്രാവശ്യത്തെ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 2 day കോൺവാൾ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. 2 day and 1 night. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഡേർട്ടിൽ ഡോറിലാണ്. ആൻഡ് അത്യാവശ്യം ഒരു 4 to 4.5 hours വരെ ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മളെ ഗാറ്റ്വിക്കിന്ന് ഈ ഡേർട്ടിൽ ഡോറിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ കറക്റ്റ് കോഴിക്കോട് താത്താനൊക്കെ കാണാൻ പറ്റും. കോഴിക്കോട് താത്ത ഫുൾ പവർ ആയിരുന്നു കേട്ടോ. പിന്നെ ആളെ കുറെ ഇല്ലാവകാശങ്ങളുണ്ട്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നു. എന്തായാലും ലാൻഡ്സ്കേപ്പും ആ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടു. വോട്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒറിജിനൽ ആയിട്ടുള്ള വ്യൂ ആണിത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ. ഞാൻ 7 Sisters പോയിട്ട് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. എനിക്ക് യുകെന്റെ ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് തിരിച്ച് മേലേക്ക് കയറി. താഴത്തേക്ക് നല്ലോണം ഇറങ്ങണമായിരുന്നു കേട്ടോ ഈ ഡേർട്ടിൽ ഡോറിന്റെ ആ റോക്ക് ഫോർമേഷൻ കാണാൻ. അങ്ങനെ മേലെത്തി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവന്ന നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്രാവശ്യം ലോൺലിനെസ് ഞാൻ അനുഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഷെഫിക്ക് ബാക്കി പോയിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിവേ ഞങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഡ്രൈനസ്വുഡ്. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേയിലേക്ക് എത്തുമ്പോൾ ഇരുട്ടാവുന്നുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റേയിലേക്ക് പോകാൻ കരുതി. അപ്പൊ പാർ ബീച്ച് എന്ന് പറയുന്ന പ്ലേസിൽ ഒരു കാരവാൻ സ്റ്റേ ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ലേറ്റ് ആക്കാണ്ട് നേരെ സ്റ്റേയിലേക്ക് പോകാൻ കരുതി കേട്ടോ. കുക്ക് ചെയ്യാനുള്ള മൂഡ് പോകണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്നുണ്ട്. ഈ സ്റ്റേയിൽ ഒരുപാട് പേര് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വന്നിട്ടാണ് നമ്മുടെ സാലു ഒരു 2 days ഈ കാർ ഇങ്ങനെ നിർത്താതെ ഓടിക്കുന്നത്. വേറെ ആർക്കും ലൈസൻസ് ഇല്ല. പിന്നെ അതുപോലെ ഫുൾ ഫുഡും നമ്മളെ നിഹാലാണ് കഷ്ടപ്പെട്ടിട്ടാക്കിയിരിക്കുന്നത്. പിന്നെ ട്രിപ്പിന്റെ ഡെസ്റ്റിനേഷൻ പ്ലാനിങ് ഒക്കെ ഞാനാണ് കേട്ടോ. ബാക്കിയുള്ളവർ ഏകാന്തത ഷെയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 8:30-9 മണി ആയപ്പോഴേക്കും നമ്മൾ സ്റ്റേയിലെത്തിട്ടോ. എക്സ്പെക്ടേഷൻ ഒട്ടും കുറച്ചില്ല, അടിപൊളി സ്റ്റേ ആയിരുന്നു. കയറിയപ്പോൾ തന്നെ ഒരു ലിവിംഗ് റൂമും പിന്നെ കിച്ചണും ചെറിയൊരു ഡൈനിങ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് മൊത്തം ഒരു ഹാളായിരുന്നു. പിന്നെ നേരെ ഇങ്ങനെ ചെറിയൊരു ഇടുങ്ങിയൊരു ഹോൾവേ ഉണ്ട്, 3 bedroom ഉണ്ട്. 6 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആണ്. ഭയങ്കര അഫോർഡബിളും ക്ലീനും ആൻഡ് ആസ്തറ്റിക് ടച്ച് ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എന്റെ ബെഡ്റൂം. പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ ഇത് വേറൊരു റൂമാണ്. എന്റെ റൂം വെച്ച് ബാക്കി എല്ലാ റൂമിലും ബെഡ് സെപ്പറേറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു നമ്മുടെ അജുവിന്റെ നിഹാലിന്റെ റൂം. ഇത് കുറച്ചുകൂടി ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ ഒക്കെ ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു ഷവർ റൂമും ഉണ്ട് വിത്ത് ഒരു വാഷ് സ്പേസും കാര്യങ്ങളായിട്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അത്ര കൺജസ്റ്റഡ് ഒന്നുമല്ല. ഒരു കാരവാൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്. എൻ്റെ ഒരു തോട്ട് അങ്ങനെ ആയിരുന്നു, ബട്ട് അങ്ങനെയല്ല. പിന്നെ ഹീറ്റർ ഒരു ഒറിജിനൽ ഫയർ പ്ലേസ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഹീറ്റർ ഒക്കെ ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുക്കിംഗ് പരിപാടികളായിരുന്നു. ഞങ്ങളുടെ നല്ല നിഹാലാണ് ഇതിന്റെ മെയിൻ. 2 സ്പെഷ്യൽ മസാലകളായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നിഹാൽ ഒരു ഷെഫ് തന്നെ. പിന്നെ നമുക്ക് കുക്കിങ്ങിന് വേണ്ട എല്ലാ ആക്സസറീസും, പ്ലേറ്റ്സും ഗ്ലാസും പിന്നെ എല്ലാ കട്ട്ലറീസ് ആണെങ്കിലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നു കേട്ടോ. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു. ഡയറ്റൊക്കെ എല്ലാവരും മറന്നു. പാക്ക് ചെയ്ത് വന്ന ഫ്രൂട്ട്സ് ഒക്കെ മറന്നു. ഓനും ഞങ്ങളപ്പോൾ ചിക്കൻ കഴിക്കാനൊക്കെ ഇരിക്കണ്ട കേട്ടോ. നമ്മൾ അച്ചു അങ്ങനെ ഫുഡിങ് ഒക്കെ അന്നത്തെ ഡേ കഴിഞ്ഞിട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള വ്യൂ, അതായത് നമ്മളെ റൂമിൽ നിന്നുള്ള വിൻഡോ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നൈറ്റ് നമ്മൾ ഇത്രയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ രാവിലെ ഒരു തട്ടിക്കൂട്ട് ബർഗറൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഒരു 10 ആയപ്പോഴേക്കും ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. എനിക്ക് ആ കിച്ചൺ
കിച്ചണിലുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ കളർ കോംബോ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ ആയപ്പോൾ അവിടുത്തെ വ്യൂ വേറെ തന്നെയായിരുന്നു. ഒരുപാട് കാരവാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നൈറ്റ് എത്തിയോണ്ട് തന്നെ വല്ലാണ്ടൊന്നും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ടിൻഡാഞ്ചൽ കാസിലാണ്. UK-യിലുള്ള നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ടേർട്ടിൽ ടിൻഡാഞ്ചൽ കാസിലും പിന്നെ അടുത്ത സ്പോട്ട് അത് അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. വോട്ടെവർ ഇതൊക്കെ നമുക്ക് ഭയങ്കര കോസ്റ്റ് വരുന്നത് എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇതെല്ലാം ഫ്രീ എൻട്രി ആണ്. ടിൻഡാഞ്ചൽ കാസിലും കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ വള്ളികളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. കുറേ നെഗറ്റീവ് അടിച്ച് ഞങ്ങൾ അതിനെ ഇറക്കി. ആൻഡ് ഇതാ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ 2 വഴികളുണ്ട്, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ആ ബ്രിഡ്ജിലേക്ക് പോവാം, പക്ഷേ എൻട്രി ഫീ ഉണ്ട്. ഞങ്ങൾക്ക് ബ്രിഡ്ജിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നേരെ ലെഫ്റ്റിലേക്കാണ് കയറിയത്. ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജ് കാണാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. അതിങ്ങനെ ബ്രിഡ്ജ് കാണാം, പിന്നെ ഈ ഒരു സീന്റെ വ്യൂ ഒക്കെ കാണാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ഓടുന്നുണ്ടായിരുന്നില്ലേ, അത് അങ്ങനത്തെ ഒരു കളർ ചെടികൾ മാത്രമായിരുന്നു നടുക്കൊരു വഴി. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ കുറച്ച് കപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് തള്ളലും കാര്യങ്ങളൊക്കെ ആയി. ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ നിഹാല് ഷെഫ് മാത്രമല്ല കേട്ടോ, ഒരു അൺപെയ്ഡ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. എവിടെ പോലും ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പോയി ഉഷാറായിരുന്നില്ല കേട്ടോ. റിട്ടേൺ വരുമ്പോൾ ഈ കൊല്ലത്തിലായിരുന്നു. അങ്ങനെ അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്ത് കളയണ്ടെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കഫേയിൽ പോയി പിസ്താഷ്യോ ക്രസന്റ് ഒക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഞാൻ UK-യിൽ കാക്കനെ സ്പോട്ട് ചെയ്തിട്ടോ കുറെ കാലത്തിന് ശേഷം. ആൻഡ് ദെൻ അടുത്ത സ്പോട്ട് ലാൻസെന്റ് ആണ്. അപ്പോൾ ഒരുപാട് ഇരുട്ടാവുന്നതിന് മുന്നേ അങ്ങോട്ട് പോവാന്ന് കരുതി. ലാൻസെന്റ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. ലാൻസെന്റ് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എത്തിയത് ഒരു ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾക്കുള്ള ഒരു 3D ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ കുറെ മിനി ആയിട്ടുള്ള ഹൗസസ് കാണാം കേട്ടോ. അതൊരു മിനിയേച്ചർ കോർണിഷ് വില്ലേജിന്റെ മോഡലാണ് കേട്ടോ. പിന്നെ ഒരാളുടെ ബോഡി ഷോ ഉണ്ട്. 100 days ചലഞ്ച് ഒക്കെയാണ്. എന്തായാലും ബലം കെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ ആ ലാൻസെന്റിന്റെ പോയിന്റിലൊക്കെ എത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മേലെ കയറി. മേലെയാണ് ഇതുപോലെ ആ ഒരു പോസ്റ്റ് ഉള്ളത്. നമ്മൾ ഈ കപ്പിൾസ് വന്ന് നെയിം ഇടുന്നില്ലേ, അതൊക്കെ പക്ഷെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. വിഷമൊന്നുമില്ല, നമുക്കത് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഈ അവസരത്തിൽ പറയാം. പിന്നെ ആരോ അവിടെ വെച്ചൊരു കല്ലൊക്കെ എടുത്ത് ഞാൻ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറെ ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ സ്വാഭാവികമായിട്ടും അൺഎക്സ്പെക്ടഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് കപ്പിൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിന്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചു നേരം കയറി. നല്ല മൊമെന്റ്സ് ആയിരുന്നു. ഇല്ലാത്ത ആൾക്കാരെ കുറ്റം പറയലും എല്ലാ ആൾക്കാരെ കളിയാക്കലും അങ്ങനത്തെ കുറെ നല്ല മൊമെന്റ്സ് ആയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ടേ നമ്മുടെ നിഹാലത് എങ്ങോട്ടോ പോയി. എപ്പത്തെയും പോലെ തന്നെ ഇത് അത്ര വലിയ അത്ഭുതകരമായ കാര്യമൊന്നും അല്ല. അവൻ എവിടെയോ പോയി കുറെ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് വന്നു. നമ്മളെ വിളിച്ചില്ലെന്ന് ഞാൻ ചങ്ങായി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരത്തെ അതായത് ഇന്നലെ വിട്ടുപോയ ഡ്രൈനസ് ബോട്ടിലേക്ക് ഒന്ന് പോയിട്ടോ. പക്ഷെ പകൽ തന്നെയാണ് പോകാൻ അങ്ങോട്ട് പറ്റിയത്. നൈറ്റ് ഭയങ്കര ഒരു ഹൊറർ ടച്ചൊക്കെയാണ് കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണില്ല, നമുക്ക് ഇറങ്ങാനുള്ള ധൈര്യമില്ല. പിന്നെ നമ്മള് കൂടെ റിസാനെ പോലെ റിത്താത്തുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഇറങ്ങാൻ തീരെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഗാറ്റ്വിക്കിൽ പോയി വണ്ടി ഡ്രോപ്പ് ഓഫ് ചെയ്ത് ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് എത്താൻ ഒരു 2 o'clock മോർണിംഗ് ഒക്കെ ആവുന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 12 മണിക്ക് മുന്നേ ഹോട്ടലിൽ വിളിച്ച് ഫുഡ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ട്രിപ്പിന്റെ കാര്യങ്ങൾ ഇവിടെ കഴിയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പ് ഒന്നല്ല. നമ്മുടെ ഈ UK ലൈഫിൽ ഇങ്ങനെ ഒരു 2 days ഒക്കെ ഓഫ് കിട്ടിയാൽ പോകാൻ പറ്റിയ ട്രിപ്പുകളാണ്. അപ്പൊ എന്തായാലും അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.